വ്യാഴമാറ്റം ഗുരു ഗോചാർ 2026 നേട്ടങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ. ജ്യോതിഷപ്രകാരം വ്യാഴം, വ്യാഴപ്പകർച്ച, ജന്മരാശിയുടെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം അത്യന്തം ഗുണകരമാണ്. വരാനിരിക്കുന്ന പ്രധാന വ്യാഴമാറ്റം 2026 ജൂൺ 2 ആണ് സംഭവിക്കുന്നത്. അന്ന് വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് തന്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് മാറുന്നു. കർക്കടകത്തിലെ ഈ വ്യാഴമാറ്റം താഴെപ്പറയുന്ന കൂറുകൾക്കും രാശികൾക്കും അവയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ നൽകുന്നത്. 1. മിഥുനക്കൂറ്. വ്യാഴം 2ാം ഭാവത്തിൽ സാമ്പത്തിക നേട്ടം, കുടുംബത്തിൽ സന്തോഷം, പുതിയ സംരംഭങ്ങളിൽ വിജയം എന്നിവ ലഭിക്കും. നക്ഷത്രങ്ങൾ: മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. 2. മീനക്കൂറ്. വ്യാഴം 5ാം ഭാവത്തിൽ. സന്താനങ്ങൾക്ക് ശ്രേയസ്, ഉന്നത വിദ്യാഭ്യാസം, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം, മത്സരങ്ങളിൽ ഉന്നത വിജയം എന്നിവയുണ്ടാകും. നക്ഷത്രങ്ങൾ: പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. 3. മകരക്കൂറ്. വ്യാഴം 7ാം ഭാവത്തിൽ. വിവാഹകാര്യങ്ങളിൽ അനുകൂല തീരുമാനം, ദാമ്പത്യസൗഖ്യം, ബിസിനസ്സിലും തൊഴിലിടങ്ങളിലും വലിയ പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം. നക്ഷത്രങ്ങൾ: ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. 4. വൃശ്ചികക്കൂറ്. വ്യാഴം 9ാം ഭാവത്തിൽ. ഭാഗ്യവർദ്ധനവ്, തൊഴിലിൽ ഉന്നതി, അപ്രതീക്ഷിത ധനലാഭം, ഈശ്വരാധീനം, യാത്രകൾ മുഖേനയുള്ള നേട്ടങ്ങൾ എന്നിവ ലഭിക്കുന്ന സമയമാണ്. നക്ഷത്രങ്ങൾ: വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. 5. കന്നിക്കൂറ്. വ്യാഴം 11ാം ഭാവത്തിൽ. ആഗ്രഹസാഫല്യം, സാമ്പത്തിക ലാഭം, തൊഴിൽ വിജയം, പുതിയ വരുമാന സ്രോതസ്സുകൾ എന്നിവ തെളിയും. നക്ഷത്രങ്ങൾ: ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. പ്രത്യേക ശ്രദ്ധയ്ക്ക് വ്യാഴം കർക്കടകം രാശിയിൽ ഉച്ചത്തിൽ എക്സോൾട്ടഡ് നിൽക്കുന്നതിനാൽ ഈ കാലയളവ് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ജനനസമയത്തെ ദശാപഹാരങ്ങൾ കൂടി പരിഗണിച്ചാണ് കൃത്യമായ ഫലങ്ങൾ അനുഭവത്തിൽ വരിക. വ്യാഴമാറ്റം അനുകൂലമാക്കാനുള്ള മന്ത്രങ്ങളും പ്രതിവിധികളും. വ്യാഴമാറ്റ സമയത്ത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് മന്ത്രജപം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൂടുതൽ ഫലം നൽകും. പ്രധാനപ്പെട്ട വ്യാഴമന്ത്രങ്ങൾ താഴെ നൽകുന്നു. 1. വ്യാഴസ്തോത്രം. നവഗ്രഹസ്തോത്രം. ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മന്ത്രമാണിത്. ദിവസവും രാവിലെ ഈ സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. 2. വ്യാഴമൂലമന്ത്രം. വ്യാഴപ്രീതിക്കായി 108 തവണ ഒരു മാല ജപിക്കാൻ ഏറ്റവും ഉത്തമമായ മന്ത്രമാണിത്. ഓം ഗ്രാം ഗ്രീം ഗ്രൗം സഹ ഗുരവേയേ നമ. 3. വ്യാഴഗായത്രി മന്ത്രം. വിദ്യാഭ്യാസ ഉന്നതിക്കും ബുദ്ധിവികാസത്തിനും തൊഴിൽ തടസ്സങ്ങൾ മാറാനും വ്യാഴഗായത്രി മന്ത്രം ജപിക്കാം. ഓം സുരാചാര്യായ വിദ്മഹി വാചസ്പത്യായ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്. 4. ദക്ഷിണാമൂർത്തി സ്തോത്രം. വ്യാഴത്തിന്റെ അധിദേവതയായ പരമശിവനെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഭജിക്കുന്നത് വ്യാഴദോഷങ്ങളകറ്റാൻ വളരെ വിശേഷമാണ്. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. മന്ത്രജപത്തിനും പ്രാർത്ഥനകൾക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദിവസം: വ്യാഴാഴ്ചകളാണ് വ്യാഴഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യം. രാവിലെ കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി മന്ത്രങ്ങൾ ജപിക്കുക. വസ്ത്രം: വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അനുകൂല തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വാസമുണ്ട്. ക്ഷേത്രദർശനം: വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുള്ളിടത്ത് ദർശനം നടത്തുക. വഴിപാടുകൾ: നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് മഞ്ഞപ്പൂക്കൾ, ഉദാഹരണത്തിന് ജമന്തി, അരളി, നെയ്വിളക്ക്, കടലമാല എന്നിവ സമർപ്പിക്കുന്നത് ദോഷപരിഹാരമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അത്യുത്തമമാണ്. ശ്രദ്ധയോടെയും ഏകാഗ്രതയോടെയുമുള്ള മന്ത്രജപം മാനസികമായ കരുത്ത് നൽകുകയും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യും. വീഡിയോ കണ്ടതിന് നന്ദി. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.